പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഈ ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ഗൗരവം ഒട്ടും ചോരാതെ എല്ലാ നിലക്കും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു അധ്യയന വർഷമായിരിക്കണം നമ്മൾക്കുണ്ടാവേണ്ടത് എന്നതിനാലാണ് നമ്മളിങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അതിനിടയിൽ എല്ലാ വിദ്യാർത്ഥികളും സുരക്ഷിതരാണ് എന്ന പൂർണ്ണബോധത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ ആവട്ടെ എന്ന് ആമുഖമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് എന്ന വിഷയത്തെക്കുറിച്ച്, ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 10ാം ക്ലാസ്സിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ മുൻപിൽ നിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ്. 80 മാർക്കിന് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ള 3 വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനമറിയിക്കുന്ന ഒന്നുകൂടിയാണ് ഇംഗ്ലീഷ്. നമ്മൾക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ പരീക്ഷാ പേപ്പറുകളും കുട്ടികളുടെ അഭിപ്രായങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ല ചിട്ടയായ രൂപത്തിൽ തുടക്കത്തിൽ തന്നെ നന്നാക്കി മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ അതത് രൂപത്തിൽ ചെയ്തു പോയാൽ അതൊരു പ്രയാസമാകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാരെയും വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ വർഷത്തെ നമ്മളുടെ ഇംഗ്ലീഷ് പുസ്തകത്തിൽ 5 യൂണിറ്റുകളാണ് നിലവിലുള്ളത്. അതിലൊന്നാമത്തെ യൂണിറ്റാണ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാ ആളുകൾക്കും ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഗ്രീൻ, പച്ച, പ്രകൃതി, അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ ഉൾക്കൊണ്ട് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ. ഇവിടെ ഗ്ലിംസസ് ഓഫ് ഗ്രീൻ ഒരു പ്രകൃതിയിലേക്കാണ് നമ്മളെ എല്ലാവരെയും ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചു കൊണ്ടുപോകുന്നത്. നമ്മളുടെ പൈതൃകങ്ങൾ, ആ പ്രകൃതിയുടെ സ്നേഹങ്ങൾ, നമ്മളുടെ കുടുംബം, എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള നല്ല രസകരമായൊരു യൂണിറ്റാണ് ഈ ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. ഇതിൽ 2 പ്രോസ് ലെസണുകളും ഒരു പോയമുമാണ്. നമുക്ക് ടോട്ടൽ 3 പാഠഭാഗങ്ങളാണ്. ഒന്നാമത്തേത് ദ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ബൈ റസ്കിൻ ബോണ്ട്, ആൻഡ് സെക്കൻഡ്ലി ദ സ്നേക്ക് ആൻഡ് ദ മിറർ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ, ആൻഡ് ദ തേർഡ് ദ പോയം ദ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ബൈ വില്യം വേർഡ്സ്വർത്ത്. ഈ 3 ചാപ്റ്ററുകൾ ഉൾക്കൊള്ളുന്ന നന്നായി ശ്രദ്ധ കൊടുക്കേണ്ടുന്ന നല്ല ഒരു യൂണിറ്റാണ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. തീർച്ചയായിട്ടും ഇനി നിങ്ങളുടെ പഠനത്തിലുണ്ടാവേണ്ട ഏറ്റവും പ്രധാനമായി വരുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നോട്ട് ചെയ്ത് എന്തൊക്കെയാണോ മനസ്സിലാക്കേണ്ടത് എന്ന് സ്വന്തമായി ഒരു ചെറിയൊരു നോട്ടും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ ലളിതമായ രീതിയിൽ നമുക്കതിനെ കൊണ്ടുപോകാൻ പറ്റും. ഇനി ഒന്നാമത്തെ യൂണിറ്റായ ദ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. അഡ്വഞ്ചർ എല്ലാവർക്കും അറിയായിരിക്കും, സാഹസികത. ബനിയൻ ട്രീ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ബനിയൻ ട്രീ ആൽമരല്ലേ, ആ ആൽമരത്തെയാണ് ബനിയൻ ട്രീ. അപ്പോൾ ആൽമരത്തിലുള്ള സാഹസികത ഇത് കേൾക്കുമ്പോൾ തന്നെ ഓരോ കുട്ടിക്കും ശരിക്കും ഒരു ജിജ്ഞാസ, ഒരു ക്യൂരിയോസിറ്റി അല്ലേ, എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം നല്ലോണം ഉണ്ടായിരിക്കും. അതുതന്നെയാണ് ഈ കഥയുടെ ഏറ്റവും രസകരമായ, ആളുകളെല്ലാവരെയും വായിക്കാൻ കൂടുതൽ വായിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത. ഇത് എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ട് എന്ന ആളാണ്. റസ്കിൻ ബോണ്ട് വാസ് ബോൺ ഓൺ 19th May 1934. 1934 മെയ് 19-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. ഹി ഈസ് ആൻ ഇന്ത്യൻ ഓതർ അറ്റ് എ ടൈം ബ്രിട്ടീഷ് ഡിസൻറ്റ് ഓൾസോ. അയാൾ ഇന്ത്യൻ ഓതറാണ്. കൂടുതലും ഇന്ത്യക്കകത്തുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയുമായി പശ്ചാത്തലത്തിലുള്ള നല്ല നല്ല കഥകളാണ് അയാൾ എഴുതാറുള്ളത്. എന്നാൽ അയാൾ ബ്രിട്ടീഷ് വംശജനും കൂടെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അദ്ദേഹമാണ്. ഇനി ഇയാളെക്കുറിച്ച് ഹി മെയിൻലി ഫോക്കസസ് ഓൺ ചിൽഡ്രൻസ് സ്റ്റോറീസ് ഓർ നോവൽസ്. കുട്ടികളുടെ നോവലുകൾ, അതിനാണ് കൂടുതൽ അദ്ദേഹം പ്രാധാന്യം കൊടുക്കാറുള്ളത്. അത്തരത്തിൽ കൊടുത്ത 1-2 കഥകൾ ആദ്യമായി എഴുതിയതാണ് ദ റൂം ഓൺ ദ റൂഫ്, ദ ആംഗ്രി റിവേഴ്സ്. ഇതൊക്കെയാണ് അയാളുടെ ഫേമസ് ആയ തുടക്കം കുറിച്ച നല്ല കുട്ടികൾക്കുള്ള നോവലുകളായി എഴുതപ്പെട്ടിട്ടുള്ളത്. ഇനി ഇദ്ദേഹം കുറച്ച് അവാർഡുകളൊക്കെ നേടിയിട്ടുണ്ട്. കാരണം അത്തരത്തിൽ ഫേമസ് ആയ ഒരാളെയാണ് ഇവിടെ പരിചയപ്പെടുത്തിയത് റസ്കിൻ ബോണ്ട്. ഇൻ 1999 ഹി ഗോട്ട് പത്മശ്രീ അവാർഡ്. 1999 പത്മശ്രീ. ആൻഡ് ഇൻ 2017 ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്സ്. ഈ 2 അവാർഡുകൾക്ക് അദ്ദേഹം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇതെന്തിനാണ് ഇത്ര കാര്യങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ് എന്നൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അതിൻ്റെ പ്രധാന കാരണം നമ്മളുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ്
പ്രൊഫൈൽ മേക്കിംഗ്. ഈ പ്രൊഫൈൽ മേക്കിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹിൻസുകൾ തന്നിട്ട് നമ്മളോട് പറയും പ്രിപ്പയർ എ പ്രൊഫൈൽ ബൈ ദ ഗിവൻ ഹിൻസ്. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 6 മാർക്കാണ്. നന്നായിട്ട് എല്ലാ ഓതറയും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. യെസ്, നൗ ലെറ്റ്സ് മൂവ് ടു ദ ചാപ്റ്റർ. ആസ് എൻ ഇൻട്രൊഡക്ഷൻ, ഹിയർ ആർ സം സെൻറ്റൻസസ്. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ക്രീച്ചേഴ്സ്. പ്രകൃതി എല്ലാ ജീവജാലങ്ങളുടേതാണ്. ആദ്യമേ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പ്രകൃതിയിലേക്ക് അല്ലെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ചേർക്കുന്നതാണ് എന്നുള്ളത്. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. മനുഷ്യരായ നമ്മൾ പ്രകൃതിയോടൊത്തിണങ്ങിയിട്ട് വേണം ജീവിക്കാൻ. ഇതൊക്കെ കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എല്ലാവരും എവിടെയൊക്കെ കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ എല്ലായിടത്തും കാണാനും മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും കഴിയുന്ന ഒരു സന്ദേശം കൂടിയാണ്. ബീയിങ് വൺ വിത്ത് നേച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിങ്. തീർച്ചയായിട്ടും പ്രകൃതിയോടൊപ്പമുള്ള ഒരു ജീവിതം, നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു അവിസ്മരണീയമായ, നമ്മളതിലേക്ക് ആകർഷിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ദ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ഈസ് എ ഷോർട്ട് സ്റ്റോറി ഓഫ് എ യങ് ബോയ് ഹു എൻജോയ്സ് നേച്ചർ. ഈ ഒരു കഥ ഒരു കുട്ടിയെക്കുറിച്ച്, ഒരു ആൺകുട്ടിയെക്കുറിച്ച്, എങ്ങനത്തെ ആൺകുട്ടി, പ്രകൃതിയൊക്കെ സ്നേഹിക്കുന്ന ഒരു നല്ല ആൺകുട്ടിയെക്കുറിച്ചുള്ളൊരു കഥയാണ്. വെൻ ഹി വാസ് എ ചൈൽഡ്, അവനൊരു കുട്ടിയായിരുന്ന സമയത്ത്. അപ്പോൾ റസ്കിൻ ബോണ്ട് എന്ന നമ്മുടെ കഥാപാത്രം അല്ലെങ്കിൽ നമ്മുടെ ഓതർ ഇപ്പോൾ ഒരു കുട്ടിത്വത്തിലേക്ക് ഇറങ്ങി വന്നു. ഇനി ഒരു കുട്ടിയായ ഒരു കഥാപാത്രത്തെ അവൻ്റെ കുട്ടിക്കാലത്തുള്ള കഥകളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ദ ബോയ് സ്പെൻഡ് ഹിസ് വെക്കേഷൻ ഇൻ ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ് ഇൻ ഡെഹ്റ അണ്ടർ ദ ഫൂട്ട് ഓഫ് ഹിമാലയ. ഹിമാലയൻ എന്ന സ്ഥലത്തെ അല്ലെങ്കിൽ താഴ്വരയുടെ താഴെ അല്ലെങ്കിൽ താഴ്വരയിലായിക്കൊണ്ടുള്ള ഡെഹ്റ എന്ന പട്ടണത്തിൽ, ഡെഹ്റ എന്ന പട്ടണത്തിനടുത്ത് തൻ്റെ മുത്തശ്ശൻ്റെ വീട്ടിൽ മുത്തശ്ശനോടൊപ്പം താമസിക്കുന്ന ഒരു ചെറിയ ആൺകുട്ടിയെയാണ് നമുക്കിവിടെ തുടക്കത്തിൽ കിട്ടാൻ സാധിക്കുന്നത്. ദിസ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ വിച്ച് ഇസ് ഗിവൺ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ചാപ്റ്റർ ദ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ഇനി ഏതൊരു ചാപ്റ്ററിലേക്കും ഇംഗ്ലീഷിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമുക്ക് അതിൻ്റെ കഥാപാത്രങ്ങൾ ആദ്യം മനസ്സിലാക്കിയെടുക്കണം. ഏതൊക്കെ കഥാപാത്രങ്ങളായിരിക്കും അതിലുണ്ടാവുക, എന്നിട്ട് അതിനെക്കുറിച്ച് ഏകദേശം ഒരു ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞാൽ കഥയിലേക്ക് കടക്കാൻ വളരെ സിമ്പിളായിരിക്കും ഉണ്ടാവുക. യെസ്, ഇതിലെ ക്യാരക്ടേഴ്സ്, ആ ക്യാരക്ടേഴ്സിനെ ഞാൻ 1 by 1 ആയിട്ട് ഇങ്ങനെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താം. ഫസ്റ്റ്ലി, ക്യാരക്ടേഴ്സ്. The main character, protagonist of the story is grandfather. മുത്തശ്ശനാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. 65-year-old man, ഒരു 65 വയസ്സുള്ള ഒരു പ്രായം തോന്നിക്കുന്ന ഒരു മുത്തശ്ശൻ. സെക്കൻഡ്ലി, ദ ബോയ്. നമ്മൾ തൊട്ട് നേരത്തെ പറഞ്ഞ ബോയ് ആൺകുട്ടിയാണ്. എ ലവർ ഓഫ് നേച്ചർ, പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു പ്രകൃതിയുടെ സ്നേഹിയാണ് നമ്മുടെ ഈ ആൺകുട്ടി. തേർഡ്, മൂന്നാമതായിട്ട് ഗ്രാൻഡ് മദർ, വൈസ് ഓൾഡ് ലേഡി, നല്ല ബുദ്ധിമതിയായ ഒരു പ്രായം ചെന്ന സ്ത്രീയാണ്. ദെൻ സ്ക്യുറൽ, ആ വേർഡ് കുറേ ആളുകൾക്ക് പരിചയമുണ്ടാകും. സ്ക്യുറൽ, അണ്ണാൻ. ഇവിടെ അത്തരത്തിലുള്ള ഒരു ഫ്രണ്ട്ലിയായ സൗഹൃദത്തോടു കൂടിയിട്ടുള്ള ഒരു അണ്ണാനെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ദെൻ റെഡ് ബോട്ടംഡ് ബുൾബുൾ എന്ന പക്ഷിയെ നമുക്കെല്ലാവർക്കും ഒരു പക്ഷേ കേട്ടുപരിചയമെങ്കിലും ഉണ്ടായിരിക്കാം. അതുതന്നെയാണ് ഒരു അടിഭാഗം ചുവന്ന കളറുള്ള ബുൾബുൾ പക്ഷിയാണ് ഇവിടെ. എപ്പോഴും ചിയർഫുൾ ആയിരിക്കും. അങ്ങനെ കളകള ശബ്ദങ്ങളും അല്ലെങ്കിൽ സന്തോഷകരമായിരിക്കുന്ന ഒരുപാട് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി നടക്കുന്നതായിരിക്കും. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ളത്. റോസി പാസ്റ്റർ, മറ്റൊരു കഥാപാത്രമാണ് റോസി പാസ്റ്റേഴ്സ്. അത് മറ്റൊരു തരത്തിലുള്ള പക്ഷിയാണ് റോസി പാസ്റ്റർ എന്ന് പറയുന്നത്. മറ്റൊരു കഥാപാത്രം, ഇനി അടുത്തൊരു കഥാപാത്രമാണ് കോബ്ര. കോബ്ര എന്ന് പറഞ്ഞാൽ ആർക്കും ഇനി പറയേണ്ട അല്ലെങ്കിൽ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതെ, ഒരു മൂർഖൻ. നമുക്ക് അങ്ങനെയുള്ളൊരു മൂർഖനെ നമുക്കിവിടെ കിട്ടാനുണ്ട്. ആ മൂർഖൻ്റെ ഒരു പ്രത്യേകത, സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ. വളരെയധികം തന്ത്രശാലിയും അനുഭവസമ്പന്നനായ ഒരു പോരാളിയാണ്. ദെൻ നിങ്ങൾക്കറിയാം, ഒരു പാമ്പുണ്ടാകുമ്പം അതിന് എതിർവശത്തായിക്കൊണ്ട് എതിരാളിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒരാളുണ്ടായിരിക്കും. അതെ, അതാണ് അടുത്ത കഥാപാത്രം, മംഗൂസ്. ആരാ മംഗൂസ് എന്ന് പറഞ്ഞാൽ? വെറുതെ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കി. യെസ്, ഏതാ? പാമ്പും. നിങ്ങൾക്ക് ഊഹിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയമാണ് ഞാൻ തരുന്നത്. കീരിയും. യെസ്, മാംഗോസ് അല്ല, മംഗൂസ്, കീരി. യഥാർത്ഥത്തിൽ എന്തായിരിക്കും മംഗൂസിൻ്റെ പ്രത്യേകത? ക്ലെവർ ആൻഡ് അഗ്രസീവ്.
വളരെ ബുദ്ധികൂർമ്മതയുള്ള എന്നാൽ വളരെ ദേഷ്യം പിടിക്കുന്ന അത്തരത്തിലൊരു കഥാപാത്രമാണ് മംഗൂസ്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ക്യാരക്ടർ വൈറ്റ് റാറ്റ്, വെളുത്ത എലി. അങ്ങനെ ചിലപ്പം പ്രതീക്ഷ ഉണ്ടായിരിക്കില്ല അല്ലേ? വെളുത്ത കാക്ക മലർന്നു പറക്കുന്നത് കേട്ടിട്ടുണ്ടായിരിക്കില്ലേ? എന്നാൽ ഇതൊന്നുമല്ല, വെളുത്ത എലികളാണ്. അതെ, ഇത്രയും കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ നല്ല, നിങ്ങളെ തന്നെ സ്വന്തമായിട്ട് വായിക്കാൻ ആകർഷിക്കപ്പെടുന്ന ഒരു നല്ല ഒരു സ്റ്റോറി, ദ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ക്യാരക്ടേഴ്സ് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മെയിൻ ഈവൻസ് ആണ്. ഇത്തരത്തിലുള്ള ഒരു ഐഡിയ നിങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നിങ്ങളതിനെ ആകർഷിക്കപ്പെടും, നിങ്ങൾ വായിക്കും. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ഒരു സ്കഫോൾഡിങ്, ഒരു ഹെൽപ്പ് തരുന്നതോട് കൂടിയിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന നിങ്ങൾക്കതിൽ നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഇതാണ് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഇനി ദ നെക്സ്റ്റ് മെയിൻ ഈവൻസ്. The main events. Firstly, the boy's friendship with the squirrel. എന്താ പറഞ്ഞത്? The boys, ആ ആൺകുട്ടിയുടെ ഫ്രണ്ട്ഷിപ്പ്, ഒരു കൂട്ടുകെട്ട്, വിത്ത് ദ സ്ക്വിറൽ, ആ സ്ക്വിറലുമായിട്ട്, അണ്ണാനുമായിട്ട്, റൈറ്റ്? ദെൻ നെക്സ്റ്റ് രണ്ടാമതായി കൊണ്ടുവരുന്നത് ദ ഫൈറ്റ് ബിറ്റ്വീൻ എ മംഗൂസ് ആൻഡ് എ കോബ്ര. ഒരു കോബ്രയും ഈ മംഗൂസും, കീരിയും പാമ്പും തമ്മിലുള്ള ഫൈറ്റ്. ഇറ്റ് ഹാസ് ദ ഇമ്പോർട്ടൻസ്. വൈ? ബിക്കോസ് നമ്മൾ കുറച്ചൊരു വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഈ തുടങ്ങിയിട്ടുള്ള 2-3 വർഷം എടുക്കുകയാണെങ്കിൽ, എപ്പോഴും പ്രാധാന്യത്തോടുകൂടി ക്വാർട്ടർലി, ഹാഫ് ഇയർലി ആൻഡ് ആനുവൽ എക്സാമിനേഷൻ എല്ലായിടത്തും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനാണ് അവരുടെ ഫൈറ്റ്. അതിൻ്റെ നറേഷൻ രൂപത്തിൽ വരാറുണ്ട്. തീർച്ചയായിട്ടും ഡിസ്കോഴ്സ് ഭാഗങ്ങളിലേക്കൊക്കെ നമുക്ക് കിടക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ദെൻ ദ ഇൻ്റർഫിയറൻസ് ഓഫ് എ മൈന ആൻഡ് എ ക്രൗ ഇൻ എ ബാറ്റിൽ. എന്താ പറഞ്ഞത്? ഇൻ്റർഫിയറൻസ്, ഇടപെടൽ. എന്തിൻ്റെ? ഓഫ് എ മൈന. നമ്മളിങ്ങനെ നാട്ടുമ്പുറങ്ങളിൽ അല്ലെങ്കിൽ നമ്മളെ വീട് മുറ്റത്തും അല്ലെങ്കിൽ തൊടിയിലൊക്കെ ആയിട്ട് കാണാറില്ല മൈന. അങ്ങനെയുള്ളൊരു മൈനയുണ്ട്, ഒരു ക്രോ, ഒരു കാക്കയുണ്ട്. ആ കാക്കയും മൈനയും ഈ ബാറ്റിൽ, നമ്മുടെ പാമ്പും കീരിയും തമ്മിലുണ്ടാകുന്ന ആ യുദ്ധത്തിൽ ഇടപെടുകയാണ്. അവരാണ് അതിൽ തടസ്സം നിൽക്കുന്ന ആളുകൾ. ആൻഡ് ദെൻ ദ സ്റ്റോറി മൂവ്സ് ടു ദ സ്റ്റോറി ഓഫ് എ വൈറ്റ് സ്ക്വിറൽ. ദ മേജർ ഈവൻറ്റ് ഓർ ദ തേർഡ് ഈവൻറ്റ് ഈസ് the fourth event of the story is the story of a white squirrel. വെളുത്ത അണ്ണാൻ്റെ കഥ. നേരത്തെ നമ്മൾ പറഞ്ഞു വന്നു വൈറ്റ് റാറ്റ്സ്. ഇനി ആ കഥ അവസാനത്തിലേക്ക് എത്തുന്നത് വൈറ്റ് സ്ക്വിറൽ, വെളുത്ത അണ്ണാനിലേക്കാണ്. ഇത്രയൊക്കെ these are the major events which we focus in the chapter The Adventures in the Banyan Tree. Yes, let us move to the chapter and at first തുടക്കം മുതൽ കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. നമ്മൾ ഇതിൻ്റെ ഓവറോൾ സമ്മറിയാണ് ഇനി എടുക്കുന്നത്. ആ സമ്മറി എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ദെൻ ലെറ്റ്സ് മൂവ് ടു ദ ചാപ്റ്റർ. നമുക്ക് ചാപ്റ്ററിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം അതിൻ്റെ വേർഡ് ബൈ വേർഡ് മീനിങ് ഒക്കെ പിക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു ഓവറോൾ ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആദ്യം നിങ്ങളൊന്ന് വായിക്കാനും അതുവഴി പിന്നീട് ഞങ്ങൾ വായിച്ചു തരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കി തരുന്ന സമയത്ത് കുറച്ചും കൂടി ഇത് ഗ്രാസ്പ് ചെയ്യാനൊക്കെ സഹായിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സമ്മറിയിലേക്ക് ആദ്യം മുന്നോട്ട് പോകുന്നത്. നൗ ലെറ്റ് മീ ഗിവ് യു ദ സമ്മറി ഓഫ് ദ സ്റ്റോറി ദ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. സമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ, ഒരു സ്റ്റോറി നിങ്ങൾക്ക് തരണം. എന്തിനാ? തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നറേഷൻ ഉണ്ടായിരിക്കും, പാരഗ്രാഫ് മേക്കിംഗ് ഉണ്ടായിരിക്കും, ഇനി അതുമായി ബന്ധപ്പെട്ട ഡയറി, ലെറ്റർ, ഇങ്ങനെയുള്ള ഡിസ്കഷനൊക്കെ, ഈവൻ കോൺവെർസേഷൻ ഉണ്ടാക്കുന്നതിന് വരെ നമുക്ക് ഈ ഒരു സമ്മറി നിർബന്ധം. തീർച്ചയായിട്ടും ഇത് ആവശ്യമുള്ള ആളുകൾ അതിൻ്റെ പോയിൻറ്റ്സ് നോട്ട് ചെയ്യണം. യെസ്, ദ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ഈസ് എ ബ്യൂട്ടിഫുൾ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്, ആൻ ഇന്ത്യൻ ഓഥർ ഓഫ് ബ്രിട്ടീഷ് ഒറിജിൻ. ഈ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്നുള്ളത് മനോഹരമായ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. റസ്കിൻ ബോണ്ട് എഴുതിയ ഷോർട്ട് സ്റ്റോറി. ആരയാൾ? സോ ഞാൻ നേരത്തെ ആ ഇൻട്രൊഡക്ഷൻ അയാളുടെ പ്രൊഫൈൽ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബ്രിട്ടീഷ് ഒറിജിനായ ഒരു ഇന്ത്യൻ ഓഥറാണ് ഇദ്ദേഹം. എഴുതപ്പെട്ട ഈ ഒരു അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്നുള്ളത് മനോഹരമായ ഒരു കഥയാണ്, ചെറുകഥയാണ്. വെൻ ഹി വാസ് എ ബോയ് ദ ഓഥർ യൂസ്ഡ് ടു എൻജോയ് ഹിസ് വെക്കേഷൻ ഇൻ ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ് ഇൻ ഡെഹ്റ അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിമാലയ. ഹിമാലയയുടെ താഴ്വരയിൽ, ഒരിക്കൽ കൂടി വായിക്കാം,
വെൻ ഹി വാസ് എ ബോയ്, അയാൾ നമ്മുടെ റസ്കിൻ ബോണ്ട് ഒരു കുട്ടിയായിരുന്ന സമയത്ത്, ഒരു കുട്ടിയുടെ കഥയിലേക്ക് വന്നു. കുട്ടിയായ സമയത്ത് ഹി യൂസ് ടു എൻജോയ് ഹിസ് വെക്കേഷൻ, തൻ്റെ ആ സ്കൂളിൻ്റെ വെക്കേഷൻ, കുട്ടിക്കാലങ്ങളിലുള്ള വെക്കേഷൻ അല്ലെങ്കിൽ ആ അവധിക്കാലങ്ങളൊക്കെ ചെലവഴിക്കാറുണ്ടായിരുന്നു. ഇൻ ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ്, തൻ്റെ മുത്തശ്ശൻ്റെ വീട്ടിൽ. ഇൻ ഡെഹ്റ, എവിടെയാണ് നേരത്തെ നമ്മളിങ്ങനെ ഇൻട്രൊഡക്ഷൻ ഓർക്കുന്നുണ്ടായിരിക്കും. എവിടെയാണ് ഡെഹ്റ ഉള്ളത്? അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിമാലയ, ഹിമാലയയുടെ താഴ്വരയിലായിക്കൊണ്ട്, ആ ഒരു മടിത്തട്ടിലായിക്കൊണ്ട് സ്ഥിതി ചെയ്യപ്പെടുന്ന ഡെഹ്റ എന്ന സ്ഥലത്തെ മുത്തശ്ശൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ദേർ ഹി വുഡ് സ്പെൻഡ്, അവിടെ ആ മുത്തശ്ശൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് അവൻ ചെലവഴിക്കാറുണ്ടായിരുന്നു മോസ്റ്റ് ഓഫ് ഹിസ് ലേഷർ ടൈം, തൻ്റെ ഒഴിവ് സമയങ്ങൾ. നമ്മളും ഒഴിവ് സമയങ്ങൾ പല രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളാണ്. അതേപോലെ റസ്കിൻ ബോണ്ട് ഒരു കുട്ടിയായിരുന്ന സമയത്തുള്ള അവൻ്റെ ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കുന്ന രീതിയാണ് പറയുന്നത്. എങ്ങനെയാണ് ചെലവഴിക്കാറുണ്ട്? നിങ്ങൾക്കും അറിയാം നിങ്ങളുടെ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നമ്മൾ 2-3 മാസക്കാലമായിട്ട് എങ്ങനെയാണ് നമ്മളുടെ ലേഷർ ടൈം ചെലവഴിക്കുന്നതൊക്കെ നമുക്ക് ഊഹിക്കാൻ അറിയും. എന്നാൽ ഇവിടെ ഇൻ ആൻ ഓൾഡ് മാഗ്നിഫിഷ്യൻ ബനിയൻ ട്രീ ഇൻ ദ ഗാർഡൻ, അവിടെ ആ തോട്ടത്തിലുള്ള അല്ലെങ്കിൽ തൻ്റെ ആ ഒരു തൊടിയിൽ അല്ലെങ്കിൽ അവിടെ ഈ പരിസരങ്ങളിലുള്ള ഒരു വലിയ മാഗ്നിഫിഷ്യൻ ബനിയൻ ട്രീയിലായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? യെസ് അല്ലേ? നമ്മളും മാവുണ്ടായിരിക്കും അല്ലെങ്കിൽ പറങ്കിയ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഒഴിവ് സമയങ്ങൾ നമ്മളെ കൂട്ടുകാരോടൊത്തൊക്കെ ഇങ്ങനെ ചില സംസാരങ്ങൾക്കും മറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഒരു പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രസകരമായിരിക്കും, ഒരു റിലാക്സ് ആയിരിക്കും ഉണ്ടാവുക. ഹിസ് ഗ്രാൻഡ് ഫാദർ കുഡ് നോട്ട് ക്ലൈംബ് ദ ട്രീസ്, തൻ്റെ മുത്തശ്ശന് ആ മരത്തിൽ കയറാൻ കഴിഞ്ഞിരുന്നില്ല. ആസ് ഹി വാസ് വെരി ഓൾഡ്, എന്താ കാരണം? നല്ല പ്രായമുള്ള ആളായതുകൊണ്ട്. പ്രായം ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മളെ പല കാര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്താറില്ലേ? അതേ അവസ്ഥ തന്നെയാണ്. സോ ദാറ്റ് ട്രീ ബിക്കെയിം, ആ ഒരു മരം സ്വാഭാവികമായിട്ടും അയാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ദ ബോയ്സ് ഡൊമൈൻ, മുത്തശ്ശന് കയറാൻ കഴിയാതിരുന്നത് കൊണ്ട് ആ മരം ഇവൻ്റെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ആൺകുട്ടിയുടെ അധീനതയിലായി. അവൻ്റെ ഒരു മേൽക്കോയ്മയിലേക്ക് വന്നു ഈ മരം. കാരണം എന്താ? അവൻ്റെ മുത്തശ്ശന് കയറാൻ കഴിയുമായിരുന്നില്ല. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലൂടെയാണ് സ്റ്റോറി വരുന്നത്. ഇൻ ദ ട്രീ, ഏത് മരമായിരിക്കും? ആ ബനിയൻ ട്രീയിൽ. ഹി ബിഫ്രൻഡഡ് എ യങ് ഗ്രേ സ്ക്വിറൽ, ഒരു ചെറിയ ചാര നിറത്തിലുള്ള ഒരു അണ്ണാൻ കുഞ്ഞുമായിട്ട് അവന് സൗഹൃദത്തിലായി മാറി. നമ്മൾ പറയില്ല ഫ്രണ്ടാകുക, അതാണ് ഇവിടെ ബിഫ്രൻഡഡ് എന്ന് പറയുന്നത്. അങ്ങനെ സൗഹൃദത്തിലായി മാറി. സിൻസ് ദ ബോയ് വാസ് നോട്ട് ഹാംഫുൾ ടു ഇറ്റ്, നമുക്കറിയാം നമ്മളൊരു അണ്ണാൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി നോക്കി, തീർച്ചയായിട്ടും അതിങ്ങനെ ഓടി പോവും. അതേ അവസ്ഥയിൽ ഇവിടെ തിരിച്ചാണ് പറയുന്നത്. സിൻസ് ദ ബോയ് വാസ് നോട്ട് ഹാംഫുൾ ടു ഇറ്റ്, ഈ ആൺകുട്ടി നമ്മളുടെ കുട്ടി അത്ര അക്രമകാരി അല്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അടയാളങ്ങളും കാണിക്കാതിരുന്നത് കൊണ്ട് തന്നെ ദ സ്ക്വിറൽ ബിക്കെയിം ഫ്രണ്ട്ലി വിത്ത് ഹിം, ആ അണ്ണാൻ സ്വാഭാവികമായിട്ട് എന്തോ അവൻ്റെ ഒരു കൂട്ടുകെട്ടിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് മാറി, പെട്ടെന്ന് അടുക്കാൻ തുടങ്ങി. ഇൻ ദ സ്പ്രിംഗ്, വസന്തകാലത്തിൽ, വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് ഫ്രൂട്ട്സ്, ബനിയൻ ട്രീ എന്ന് പറയുന്നത് കുറേ പഴങ്ങളൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചെറിയ ചുവന്ന പഴങ്ങൾ നിറയുന്ന ഒരു മരമാണ് ആൽമരം. അങ്ങനെ സ്പ്രിംഗ് വസന്തകാലത്ത് അതിൽ നിറയെ പഴങ്ങളൊക്കെ നിറയുന്ന സമയത്ത് ഇറ്റ് വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ്, അതായിരിക്കും ആ ഭാഗത്തെ ഏറ്റവും ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കപ്പെടുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒട്ടനവധി പക്ഷികളും മറ്റു ജീവികളോടെ വരും. ദ ബേർഡ്സ്, അതെന്നെ പറയുന്നത്, ദ ബേർഡ്സ്, പക്ഷികൾ ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്, പലതരത്തിലുള്ള എല്ലാ തരങ്ങളിലുള്ള പക്ഷികളും ആ ബനിയൻ ട്രീയിലേക്ക് ചേക്കേറും അഥവാ വന്നെത്തും. എല്ലാവരും കൂടെ പറന്നവിടെ എത്തും. ഇതാണ് അതിൻ്റെ ഒരു സെഷനായിട്ട് വരുന്നത്. ഇനി ഹാഫ് വേ അപ്പ് ദ ട്രീ, ആ ബനിയൻ ട്രീയുടെ ഏകദേശം പകുതി എത്തുന്ന അല്ലെങ്കിൽ കുറച്ചൊരു ദൂരെ അല്ലെങ്കിൽ ഒരു ഉയരത്തിലായിക്കൊണ്ട് ഹീ ഹാഡ് ബിൽറ്റ്, നമ്മുടെ ഈ ആൺകുട്ടിയായവന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എ പ്ലാറ്റ്ഫോം. നമ്മളൊരു സാധാരണ ഇങ്ങനെ നിൽക്കാനും ഇരിക്കാനൊക്കെ ഉള്ള ഒരു ചെറിയ സാധനങ്ങൾ കെട്ടിണ്ടാക്കൂലേ, ഏറുമാടക്കം എന്ന് പറയുന്ന, ഇങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോം അവൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫോർ സിറ്റിംഗ്, അതിലിരിക്കാൻ. ആൻഡ് ഹി വുഡ് റീഡ് ബുക്സ് ദർ, അങ്ങനെ അവിടെ നിന്ന് അവന് പുസ്തകങ്ങൾ ഇങ്ങനെ വായിക്കാറുണ്ടായിരുന്നു. ആസ് വി ഓഫൻ ഡു, നമ്മളും പലപ്പോഴും ചെയ്യാറുണ്ടായിരിക്കും അത്തരത്തിലുള്ള രീതികളൊക്കെ, പലപ്പോഴും ഈ ഒരു സാഹചര്യങ്ങളിലായിക്കൊണ്ട്. വൺസ് സണ്ണി ആഫ്റ്റർനൂൺ, ഒരു ദിവസം ഒരു നല്ല സൂര്യപ്രകാശമൊക്കെയുള്ള തിളങ്ങുന്ന അല്ലെങ്കിൽ നല്ല തെളിമയാർന്ന ഒരു ഉച്ചതിരിഞ്ഞ ദിവസം, ഹി വാസ് ഇൻ ദ ട്രീ, അവൻ ആ മരത്തിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹി ഹാഡ് വിറ്റ്നസ് സാക്ഷ്യം വഹിക്കുക, കാണുക, അവൻ സാക്ഷ്യം വഹിച്ചു അല്ലെങ്കിൽ അവൻ കണ്ടിട്ടുണ്ടായിരുന്നു എ ഡെഡ്ലി ഫൈറ്റ് ബിറ്റ്വീൻ എ സ്മോൾ മംഗൂസ് ആൻഡ് എ ഹ്യൂജ് കോബ്ര, ഒരു വലിയ കോബ്രയും
അത്ര തന്നെ ഏകദേശം പിന്നെ വലിപ്പമില്ലാത്ത ഒരു സ്മോൾ മംഗൂസ്. അങ്ങനെയുള്ള രണ്ടു പേര് തമ്മിലുള്ള വളരെയധികം ശക്തമായ ഒരു മരണ പോരാട്ടം അവന് കാണാനിടയായി. ബോത്ത് ഓഫ് ദം വേർ ക്ലെവർ. രണ്ടുപേരും വളരെ അതീവ ബുദ്ധിശാലികളാണ്. ആൻഡ് സ്കിൽഫുൾ ഫൈറ്റേഴ്സ്. നല്ല കഴിവുറ്റ നല്ല പിന്നെ ഫൈറ്റേഴ്സാണ്, പോരാളികളാണ്. ആസ് വി ഡിസ്കസ്ഡ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ ഓൾസോ. ആൻഡ് അഗ്രസീവ്. ഇതാരുടെ വേർഡാ അഗ്രസീവ് എന്നുള്ളത്? മംഗൂസിൻ്റെ വേർഡാണ്. അഗ്രസീവ് ആയിരുന്നു അവർ. ഇങ്ങനെയുള്ള ഈ രണ്ടാളുകളുടെ ഫൈറ്റാണ് ഈവൻ വെൻ ഹി വാസ് ഓൺ ദ പ്ലാറ്റ്ഫോം, അവൻ ആ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സമയത്ത് ഈ കുർസി അവൻ കാണാൻ സാധിച്ചിരുന്നത്. ബിസൈഡ്സ് ദ ബോയ്. ഈ ആൺകുട്ടിയെ കൂടാതെ, ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികെ, ഒരു എസ്സും കൂടിയിട്ട് ബിസൈഡ്സ് എന്നായാൽ കൂടാതെ, ബിസൈഡ്സ് ദ ബോയ്, ആ ആൺകുട്ടിയെ കൂടാതെ എ മൈന ആൻഡ് എ ക്രൗ. നേരത്തെ നമ്മൾ പറഞ്ഞില്ല കഥാപാത്രങ്ങളിൽ മൈന ആൻഡ് എ ക്രൗ, ഒരു മൈനയും ഒരു കാക്കയും വർ ഓൾസോ സ്പെക്ടേറ്റേഴ്സ് ഓഫ് ഇറ്റ്. സ്പെക്ടേറ്റർ നമ്മൾ പറഞ്ഞാൽ കാഴ്ചക്കാരൻ, വ്യൂവറായി നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇവരും കൂടെ അവിടുത്തെ ഒരു സ്പെക്ടേറ്റേഴ്സ് കാഴ്ചക്കാരായിട്ടുണ്ടായിരുന്നു. സോ ദർ വർ 3 സ്പെക്ടേറ്റേഴ്സ്, വ്യൂവേഴ്സ്. വാട്ട് ദേ വർ സീയിങ്? ആക്ച്വലി ദേ വർ സീയിങ് ദ ഫൈറ്റ് ബിറ്റ്വീൻ കോബ്ര ആൻഡ് മംഗൂസ്. അതായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. ആൻഡ് ദ ഫൈറ്റ് കണ്ടിന്യൂഡ്. ആ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ അവരുടെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഫൈറ്റ്, അങ്ങനെ ആ ഒരു പോരാട്ടത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഫൈറ്റിൻ്റെ അവസാനം ദ മംഗൂസ് വൺ. നിങ്ങളും ഒരു പക്ഷേ ആ ഫൈറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇന്നയാൾ വിജയിക്കണം എന്നൊക്കെ ഓർത്തിട്ടുണ്ടായിരിക്കും. ഇവിടെ മംഗൂസ് ആണ് ജയിച്ചത്. ആ നമ്മളുടെ കീരി ജയിച്ചു. ആൻഡ് ദ കോബ്ര വാസ് കിൽഡ്. ആ കോബ്ര കൊല്ലപ്പെട്ടു. ഈ ഒരു ഫൈറ്റിൻ്റെ സെഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മൾ ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നന്നായി നമുക്ക് മനസ്സിലാക്കുന്ന വേർഡ് മീനിങ് പിക്ക് ചെയ്യുന്ന രീതിയിലേക്ക് അത് എത്തിച്ചു വരണം. ദെൻ ദ ബനിയൻ ട്രീ വാസ് ഓൾസോ ദ സെറ്റിംഗ് ഫോർ എ സ്ട്രേഞ്ച് affair between the grey squirrel and the white rat. ഈ ബനിയൻ ട്രീക്ക് മറ്റൊരു പ്രത്യേകത കൂടെ കൊണ്ടുവരികയാണ്. ഇറ്റ് ഈസ് ഓൾസോ എ സെറ്റിംഗ്. അവർക്കുള്ള ഒരു അവസരം കൂടെ അതിലുണ്ടാക്കി കൊടുക്കുകയാണ്. ആരാണ്? 2 കഥാപാത്രങ്ങൾ പറഞ്ഞു. ദ ഗ്രേ സ്ക്വിറൽ ആൻഡ് ദ വൈറ്റ് റാറ്റ്. വെളുത്ത എലിയും ചാര നിറത്തുള്ള അണ്ണാനും. അവർക്ക് തമ്മിൽ എന്തിനൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടെ ആയിരുന്നു യഥാർത്ഥത്തിൽ ആ ബനിയൻ ട്രീ എന്ന് പറയുന്നത്. ദ വൈറ്റ് റാറ്റ് വാസ് ബോട്ട് ഫ്രം ദ മാർക്കറ്റ് ബൈ ഗ്രാൻഡ് ഫാദർ. മുത്തശ്ശൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങി വന്നതായിരുന്നു ആ വെളുത്ത എലിയെ. നമുക്കും അറിയാം സാധാരണ എവിടെയും വെളുത്ത എലിയെ അങ്ങനെ ഇങ്ങനെയൊന്നും കാണാൻ സാധിക്കുന്ന ഒന്നല്ല. വൺ ഡേ ദ ബോയ് ഡിസ്കവേർഡ് 3 വൈറ്റ് ബേബി സ്ക്വിറൽസ് ഇൻ എ നെസ്റ്റ് ഇൻ ദ ബനിയൻ ട്രീ. ആ ബനിയൻ ട്രീയിൽ ഒരു ദിവസം 3 ചെറിയ ബേബി സ്ക്വിറൽസ്, അണ്ണാൻ കുഞ്ഞുങ്ങൾ അവിടെ കാണാനിടയായി. എവിടെയാണ്? ആ ബനിയൻ ട്രീയിൽ ഉണ്ടായിരുന്ന നെസ്റ്റ്, ഒരു കൂട്ടിൽ അവിടെ കാണാൻ സാധിച്ചു. ആൻഡ് സർപ്രൈസ്ഡ് ബൈ സീയിങ് ഇൻ ഇറ്റ്. അതിൽ കണ്ടതിൽ തീർച്ചയായിട്ടും നമ്മുടെ ആൺകുട്ടി ആശ്ചര്യപ്പെടുകയാണ് ഉണ്ടായത്. നിങ്ങൾക്കും അറിയാം അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്തുള്ള ആ ഒരു അതൊക്കെ അതിൽ കൃത്യമായിട്ട് നല്ല ഉഷാറായിട്ട് വിവരിക്കുന്നുണ്ട്. ആൻഡ് ഹി ആസ്ക്ഡ് അബൌട്ട് ദ ബേബി സ്ക്വിറൽസ് ടു ഗ്രാൻഡ് ഫാദർ. മുത്തശ്ശനോട് ആ ബേബി സ്ക്വിറലിനെ കുറിച്ച് ചോദിച്ചു. ഗ്രാൻഡ് ഫാദർ ടോൾഡ് ദ ബോയ്. സ്വാഭാവികമായിട്ടും ആ ചോദ്യത്തിന് മുത്തശ്ശന് മറുപടി ഉണ്ടാവുമല്ലോ. ദെൻ ഗ്രാൻഡ് ഫാദർ റിപ്ലൈഡ്. മുത്തശ്ശൻ ഈ ഒരു ചോദ്യത്തിന് അവരോട് മറുപടി പറഞ്ഞു, അല്ലെങ്കിൽ ആൺകുട്ടിയോട് പറഞ്ഞു, ദാറ്റ് ദ വൈറ്റ് റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ. ദ വൈറ്റ് റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ. ആ വെളുത്ത എലിയായിരിക്കും ഈ ബേബി സ്ക്വിറൽസിൻ്റെ, വൈറ്റ് സ്ക്വിറൽസിൻ്റെ അച്ഛൻ. ഇതിൽ എന്തോ ഒരു ട്വിസ്റ്റ് വന്നു അല്ലേ? യെസ്, അതെ. അപ്പോൾ അവിടെ ഒരു അഫെക്ഷനാണ്, ഒരു സ്നേഹബന്ധം, ഒരു അങ്ങനത്തെ ഒരു ലവ് അഫെയർ അവിടെ കാണിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ദിസ് ഈസ് വാട്ട് ദ സമ്മറി ഓഫ് ദ സ്റ്റോറി ദ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ഇതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കോഴ്സുകളെല്ലാം വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. 5, 6, 7 മാർക്കുകൾക്ക് വരെ നമ്മുടെ പരീക്ഷയ്ക്ക് ക്വാർട്ടർലി ആയാലും ഹാഫ് ഇയർലി ആയാലും ആനുവലായാലും ഒക്കെ ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ ചോദിക്കപ്പെടുന്നതാണ്. തീർച്ചയായിട്ടും ഇത് നമുക്കൊരു അവസരമാണ്. വളരെ ചെറിയ ചെറിയ ഭാഗങ്ങൾ എടുക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും അല്ലെങ്കിൽ ചെയ്തു നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു നല്ല ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്കുണ്ടായിരിക്കുക. ഇനി നമ്മൾ ഇപ്പോൾ ഇന്നതിൻ്റെ സമ്മറി നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇനി നിങ്ങളുടെ സ്വന്തമായ ഒരു ഐഡിയ വെച്ചിട്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുത്തിട്ട് നിങ്ങളൊന്നും ഇങ്ങനെ എഴുതി നോക്കുക. ഫസ്റ്റ് നമ്മളിങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ അങ്ങനെ ഓർത്ത് നോക്കി. ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതിൽ പ്രൊഫൈൽ മേക്കിംഗ് വന്നു, കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ക്യാരക്ടേഴ്സ് വന്നു. ക്യാരക്ടേഴ്സ് 9 കഥാപാത്രങ്ങളുണ്ടായിരുന്നു. ശേഷം അതിൻ്റെ മെയിൻ ഈവൻറ്റ്സ് 4 ഈവൻറ്റ്സ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം അവിടെ സമ്മറി വന്നു.
ഓക്കെ. ഇനി നിങ്ങൾക്കൊരു ടാസ്ക്കായിട്ട് ഒരു ഹോംവർക്കായിട്ട് തരുവാണ് ഈ ഒരു സമ്മറി. മീൻസ് പ്ലീസ് റൈറ്റ് ദ സമ്മറി ഓഫ് ദ സ്റ്റോറി ദ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ഇൻ യുവർ ഓൺ വേർഡ്സ്. നിങ്ങൾക്ക് മനസ്സിലായ നിങ്ങളുടേതായ ഐഡിയയിലൂടെ അതൊന്നിങ്ങനെ ഒന്ന് സ്കിപ്പ് ചെയ്യുക, ഒന്ന് എഴുതി നോക്കുക, ഒന്ന് കുറിച്ച് നോക്കുക. എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ എഴുതി എടുത്ത സമ്മറി നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിന് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക, അയച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും അതിനുശേഷം ബാക്കി വരുന്ന സെഷന് അതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ഉണ്ടാകുക. കാരണം എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇനി അതിൽ കുറവുള്ളത്, അതും കൂടെ നമുക്ക് അടുത്ത ഗ്രാമർ സെക്ഷനിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഗ്രാമർ അതോടൊപ്പം പഠിച്ചു പോകുന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രയാസമല്ല. യെസ്, നൗ ലെറ്റ് മീ വൈൻഡ് അപ്പ് ദ സെഷൻ. അപ്പോൾ ഏതായിരുന്നാലും തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ്സുമായി പ്രധാനമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. തീർച്ചയായിട്ടും അടുത്ത സെഷനിൽ നമുക്കതിൻ്റെ പാഠഭാഗങ്ങളിലേക്ക് കടക്കണം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.